അപ്പോൾ മെയിനായിട്ട് വരുന്ന പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണ് ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം IRDP. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1978-79 ആൻഡ് യൂണിവേഴ്സലൈസ്ഡ് ഫ്രം 2 October and 1980. അതായത് പ്രൊവൈഡിങ് അസിസ്റ്റൻസ് ടു ദ റൂറൽ പൂവേഴ്സ് ഇൻ ദ ഫോം ഓഫ് സബ്സിഡി ആൻഡ് ബാങ്ക് ക്രെഡിറ്റ് ഫോർ ദ പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് IRDP നിലവിൽ വന്നത് 1978-79 കാലഘട്ടത്തിലാണ്. അതായത് ഇതിൻ്റെ മെയിൻ ഒരു എയിം എന്ന് പറയുന്നത് നമുക്ക് റൂറൽ പൂവറായിട്ടുള്ള ഏരിയയിലുള്ളവർക്ക് അവർക്ക് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാം, അവർക്ക് ആവശ്യമായിട്ടുള്ള സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുക, ബാങ്ക് ക്രെഡിറ്റ് കൊടുക്കുക, അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള വ്യക്തികൾക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. അതൊക്കെയാണ് IRDPയുടെ എയിംസ് പറയുന്നത്. അടുത്തൊരു അലിവിയേഷൻ പ്രോഗ്രാമാണ് ജവഹർ റോസ്ഗാർ യോജന ഓർ ജവഹർ ഗ്രാം സമൃദ്ധി യോജന. The JRIs was meant to generate meaningful employment opportunities for the unemployed and underemployed rural areas through creation of economic infrastructure and community and social assets. അതായത് അണ്ടർഎംപ്ലോയ്ഡ് ആയിട്ടുള്ളതും അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള വ്യക്തികളെ കണ്ടെത്തിയിട്ട് അവർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് JRYയുടെ എയിം. അടുത്തൊരു പോവർട്ടി അലിവിയേഷനാണ് റൂറൽ ഹൗസിംഗ്, അതായത് ഇന്ദിരാസ് ആവാസ് യോജന. ഇതിൻ്റെ മെയിൻ എന്ന് വെച്ചാൽ BPL അതായത് ബിലോ പോവർട്ടി ലൈനിലുള്ള വ്യക്തികൾക്ക് ഹൗസിംഗ് പ്രൊവൈഡ് ചെയ്യുക, ഫ്രീ ആയിട്ട് ഹൗസിംഗ് പ്രൊവൈഡ് ചെയ്യുക. ഫുഡ് വർക്ക് പ്രോഗ്രാം, അതായത് ഫുഡ് എൻഹാൻസ് ചെയ്യുക, ഫുഡ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാം, അവർക്ക് നല്ല ഫ്രീ ആയിട്ട് അതായത് കോസ്റ്റ് കുറച്ചുകൊണ്ട് ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യാം. അതാണ് ഈ ഫുഡ് വർക്ക് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം. പെൻഷൻ പ്രൊവൈഡ് ചെയ്യാം, ഓരോ മാസം ഇത്ര രൂപ എന്ന് വെച്ചിട്ട് പെൻഷൻ പ്രൊവൈഡ് ചെയ്യാം. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റീസൊക്കെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അന്നപൂർണ സ്കീം. ദ സ്കീം വാസ് സ്റ്റാർട്ടഡ് ബൈ ദ ഗവൺമെൻറ് ഇൻ 1999-2000 പ്രൊവൈഡ് ഫുഡ് ടു സീനിയർ സിറ്റിസൺ ഹു കനോട്ട് ടേക്ക് കെയർ ഓഫ് ദീംസെൽസ് അണ്ടർ ദ നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം. അതായത് അന്നപൂർണ സ്കീം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1999-2000 കാലഘട്ടത്തിലാണ്. ഇതിൻ്റെ മെയിൻ എയിം എന്ന് വെച്ചാൽ സീനിയർ സിറ്റിസൺസിന്, അതായത് ആരും നോക്കാനില്ലാത്ത വ്യക്തികൾക്ക് പെൻഷൻ സ്കീമിൻ്റെ അണ്ടറിൽ വരുന്ന വ്യക്തികൾക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന. The main objective of the scheme continues to be the generation of wage employment, creation of durable economic infrastructure in rural areas, provision of food and nutrition security for the poor. SGRYൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വേജ് പ്രൊവൈഡ് ചെയ്യാം, വേജ് എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാം, പിന്നെ അതിൽ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ റൂറൽ ഏരിയാസിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാം, പിന്നെ ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ അടുത്തതാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. 2005 ഇത് നിലവിൽ വന്നത്. അതായത് എന്താ പറയുക, 100 ദിന എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, 100 ദിന തൊഴിലവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു എയിം കൊണ്ടാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് നിലവിൽ വന്നത്. അതായത് സ്ത്രീകൾക്കാണ് കുറച്ചും കൂടെ മുൻഗണന. അടുത്തതാണ് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ ആജീവിക. 2011 ഇത് നിലവിൽ വന്നത്. ഇറ്റ് ഇവോൾവ്സ് the need to diversify the needs of the rural poor and provide them job with a regular income on a monthly basis. അതായത് താഴെ റൂറൽ ആയിട്ടുള്ള വ്യക്തികൾക്ക് ജോലി പ്രൊവൈഡ് ചെയ്യുക, മന്ത്ലി ബേസിസിൽ അവർക്ക് വേജ് നൽകുക എന്നുള്ളതാണ്. അടുത്ത നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷന്. ഇതും അതേപോലെ തന്നെ പൂറായിട്ട് ഇരിക്കുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ വല്ല സ്കില്ല് പ്രൊവൈഡ് ചെയ്യാം, അങ്ങനത്തെ വല്ല സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനടുത്താണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. ഇറ്റ് വിൽ ഫോക്കസ് ഓൺ ഫ്രഷ് കോൺട്രാക്ട് ടു ദ ലേബർ മാർക്കറ്റ്, എസ്പെഷ്യലി ലേബർ മാർക്കറ്റാണ് ക്ലാസ് 10 ആൻഡ് 11 ഡ്രോപ്പ് ഔട്ട്സ്. ഇവർക്ക് എന്താ പറയുക, അതായത് തൊഴിലാളികൾക്ക് മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു അവസരം നൽകുക, അവരുടെ പ്രോഡക്റ്റ്സൊക്കെ അവിടെ സെയിൽ ചെയ്യാനുള്ള അവസരം നൽകുക. പിന്നെ പ്രധാനമന്ത്രി ജൻ ധൻ യോജന. ഇറ്റ് എയിംസ് അറ്റ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഓഫ് സബ്സിഡി, പെൻഷൻ, ഇൻഷുറൻസ് എക്സെട്ര ആൻഡ് അറ്റ് ദ ടാർഗറ്റ് ഓഫ് ഓപ്പണിംഗ് 1.5 crore ബാങ്ക് അക്കൗണ്ട്സ്. ദ സ്കീം പെർട്ടിക്കുലർലി ടാർഗറ്റ്സ് അൺബാങ്ക്ഡ് പൂവർ. അതായത് ഈ പാവപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടിയിട്ട് സബ്സിഡിയും പെൻഷനും ഇൻഷുറൻസൊക്കെ പ്രൊവൈഡ് ചെയ്യാം, അവർക്ക് ബാങ്ക് അക്കൗണ്ട്സ് ഓപ്പൺ ആക്കി കൊടുക്കുക, അവർക്കൊരു സ്കീം, അതായത് അവർക്കൊരു സേവിങ്സ് സ്കീം ആരംഭിച്ചു കൊടുക്കാം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാം. ഓക്കെ, ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.